ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ തേപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ പണികളെ കുറിച്ചോ ഒന്നുമല്ല. എനിക്കിന്ന് വളരെ സങ്കടകരമായൊരു വിഷയമാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതിനെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ നിങ്ങളെ കമൻറ്റുമായിട്ട് വരിക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്ന് ജനുവരി 2025 ജനുവരി 9 ഇന്ന് ഞാൻ കരിപ്പൂർ എയർപോർട്ടിൽ പോയിരുന്നു. കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ പോയിരുന്നു. അവിടെ എൻ്റെ ജ്യേഷ്ഠനെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. ഞാൻ അവിടെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. 10 മണി 10:05 ആ സമയത്താണ് ഞാൻ അവിടെ കരിപ്പൂർ എയർപോർട്ടിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. കുറച്ച് മുമ്പ് ഓട്ടോറിക്ഷക്കാർക്ക് അങ്ങോട്ട് കയറാൻ പാടില്ല എന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. പക്ഷെ ഇതെനിക്കറിയില്ലായിരുന്നു. അത് ഞാനവിടെ പുറത്തുള്ള ടാക്സി ഓടുന്ന ഓട്ടോറിക്ഷക്കാരോട് ഞാൻ ചോദിച്ചു, ഓട്ടോറിക്ഷ ആയിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ? അപ്പോൾ അവർ പറഞ്ഞു കയറുന്നതിന് കുഴപ്പമില്ല, ചെറുതായിട്ട് എന്തെങ്കിലും ഫീസ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ചെറുതായിട്ട് ഫീസ് എന്ന് പറഞ്ഞപ്പോൾ, പാർക്കിംഗ് ഫീസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു 50 രൂപ 20 രൂപ, ഏതായാലും 50 റുപ്യേൻ്റെ മേലെ എന്തായാലും പോകൂല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവുകയും ചെയ്തു. ഞാൻ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തു. 10:05 ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. കറക്റ്റ് സമയം അറിയില്ല, 10:05 ഇങ്ങോട്ട് ഇറങ്ങിയത് അപ്പോഴാണ് ഏകദേശം ഒരു 10:30 ഉള്ളിലായിട്ട്, 10:25 ഒക്കെയാണ് സമയം തോന്നുന്നത്. കറക്റ്റ് എനിക്ക് അറിയില്ല. അതിൻ്റെ ബില്ലും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിന്. അപ്പോൾ ആ ബില്ല് ഞാൻ എവിടെ നഷ്ടപ്പെട്ടു പോയതെന്ന് എനിക്കറിയില്ല. അത് എവിടെ നഷ്ടപ്പെട്ടു പോയി എന്ന് എനിക്ക് കറക്റ്റ് പറയാൻ വയ്യ. ഞാൻ നിങ്ങൾക്കത് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് എൻ്റെ പോക്കറ്റിലും എൻ്റെ വണ്ടിയുടെ പേസിലൊക്കെ ഞാൻ ഇട്ടിരുന്നു. പക്ഷെ അത് എവിടെയോ പോയി, നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് എനിക്കത് ഇനി എവിടെയാണെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാനിത് ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ കരുതും ഞാൻ നുണ പറയാണെന്ന് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ ഇത് കാണൂല, ഇതിന് സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ നുണ പറയല്ല, എൻ്റെ കുട്ടിയാണ്, എൻ്റെ റബ്ബാണ് സത്യം. സത്യമാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോ എപ്പോൾ ചെയ്തത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ ഇല്ലയെന്ന് അതും എനിക്കറിയില്ല. ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ അതും എനിക്കറിയില്ല. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, ഇതെല്ലാവരും അറിയണമെന്നും തോന്നി. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഏതൊരു MLA കറക്റ്റ് പേര് എനിക്കറിയില്ല, ഏതൊരു MLA അതേപോലെ എയർപോർട്ടിൻ്റെ പാർക്കിംഗ് ഫീസുമായിട്ട് അതിനെ സംബന്ധിച്ച് അവർ MLA വേഷം മാറിയിട്ടു അങ്ങനെ എന്തൊക്കെയാണ് അവിടെ പോയി അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിരുന്നു. പാർക്കിങ്ങിന് കൂടുതൽ ഫീസ് വാങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവർക്കൊക്കെ വലിയ MLA കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് സംസാരിക്കാനും ഇതിനൊക്കെ അവർക്ക് അറിയാം. പക്ഷേ എനിക്ക് ആ സമയത്ത് സംസാരിക്കാൻ കഴിഞ്ഞില്ല പെട്ടെന്ന്. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ 10 മണിൻ്റെയും 10:05 ഉള്ളിലായിട്ടാണ് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കയറിയത്. ഉള്ളിലേക്ക് കയറി 10:30 ഉള്ളിലായിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോകുകയും ചെയ്തു. പുറത്ത് പോന്നപ്പോൾ എനിക്ക് പാർക്കിങ്ങിൻ്റെ ഫീസായിട്ട് എനിക്ക് വന്നത് 220 രൂപ. കേട്ടോ നിങ്ങൾ, അരമണിക്കൂർ തികച്ചായിട്ടില്ല, 220 ഉറുപ്പ്യയാണ് എൻ്റെ കയ്യിൽ നിന്ന് പാർക്കിംഗ് ഫീസ് അവർ വാങ്ങിയത്. നോക്കുകയാണെങ്കിൽ 220 ഉറുപ്പ്യ. അതും നമ്മളെ ഈ 3 ചക്ര വണ്ടി ഓട്ടോറിക്ഷക്ക്. എനിക്ക് സങ്കടമായി സത്യം പറഞ്ഞാൽ. ഒരു ബംഗാളിയായിരുന്നു എനിക്ക് ബില്ല് തന്നത്. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, എന്തിനാണ് ഇത്ര പൈസ? എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയില്ല, പക്ഷെ എന്നെക്കൊണ്ട് കഴിയുന്നത് വിധത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, മലയാളത്തിൽ സംസാരിച്ചു. ആദ്യം എനിക്ക് ബില്ല് പറഞ്ഞപ്പോൾ ഞാൻ ആകെ അന്തപ്പെട്ട ഷോക്കിൽ എത്രയെന്ന് വീണ്ടും ചോദിച്ചു. അവന് ലാസ്റ്റ് എനിക്ക് എൻ്റെ ബില്ലും എഴുതി തന്നു. 220 ഉറുപ്പ്യ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബില്ലിൻ്റെ പുറത്താണ് എഴുതി തന്നിക്ക. ഞാൻ എത്രയും ചോദിച്ചിട്ട് 220 ഉറുപ്പ്യ എന്ന് പറഞ്ഞ എൻ്റെ ബില്ലിൻ്റെ പുറത്താണ് എഴുതി തന്നു ലാസ്റ്റ്. ഞാൻ പറഞ്ഞു എന്തിനാ? അപ്പം എനിക്ക് ആകെ ഷോക്കായി. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ 220 ഉറുപ്പ്യാണെങ്കിൽ അപ്പം നമ്മൾ 1 മണിക്കൂർ അവിടെ ഇട്ടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ഉറുപ്പ്യ വേണ്ടി വരും നമ്മളുടെ പാർക്കിങ്ങിന് ഫീസായിട്ട് കൊടുക്കേണ്ടി വരാം? ഞാൻ ചോദിച്ചു. ഞാൻ ആകെ ഷോക്കായി. ഞാൻ പെട്ടെന്നുള്ള ഷോക്കിൽ എനിക്ക് എൻ്റെ ജ്യേഷ്ഠനെ പിക്ക് ചെയ്യാൻ പോയത്. എൻ്റെ ജ്യേഷ്ഠൻ ഗൾഫിൽ നിന്ന് വരുന്നപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി അവനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവനെ എടുക്കാൻ വേണ്ടി പോയതാണ് ഞാൻ. അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ചെറിയ കുട്ടി ബാക്കിലിരിക്കുന്നുണ്ടായിരുന്നു ഓട്ടോറിക്ഷൻ്റെ. 3 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവളെയും പിടിച്ചിട്ട്, പക്ഷേ ബാക്കിൽ ഇഷ്ടം പോലെ വണ്ടിക്കാരവിടെ ക്യൂ നിൽക്കുന്ന ഹോൺ അടിക്കുക തന്നെ.
അപ്പം ഞാൻ മുന്നിൽ ഓല കമ്പി വെച്ചിരിക്കണം, വണ്ടി പോകാതിരിക്കാനുള്ള കമ്പി വെച്ചിരിക്കണം. അപ്പം ഞാൻ ഇത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോക്കായിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ പൈസ പെട്ടെന്ന് എടുത്തു കൊടുത്തു. അവന് ബില്ലും തന്നു. പക്ഷെ ആ ബില്ല് എവിടെ പോയി എന്നുള്ളത് എനിക്കറിയില്ല. സത്യമാണ് പറയാം, എൻ്റെ കുട്ടിയാണ് സത്യം, എൻ്റെ റബ്ബാണ് സത്യം എന്നാണ് പറയല്ല. അപ്പോൾ ആ പൈസ, ആ ബില്ല് എവിടെ പോയി എന്നുള്ളത് എനിക്ക് കറക്റ്റ് പറയാൻ വയ്യ. അത് എവിടെ നഷ്ടപ്പെട്ടു പോയി, അത് ഞാൻ ഒരുപാട് തപ്പി നോക്കി. കാരണം ഇപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് കാര്യം ഉണ്ടോയെന്നില്ല എനിക്കറിയില്ല. കാരണം ഇത് നുണയാണോ എന്നുള്ളത് എല്ലാവരും അതേ പറയുള്ളൂ. ഇജ്ജ് പറയണം നുണയാണ്, ഇജ്ജ് നുണ പറയാണെന്നാ എല്ലാവരും വിചാരിക്കുള്ളൂ. കാരണം ബില്ലില്ലല്ലോ, ബില്ലില്ലാതെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ബില്ലും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ യാതൊരു അവകാശമല്ല. പക്ഷേ എൻ്റെ മനസ്സിലുള്ള എൻ്റെ സങ്കടം ഞാൻ ഈ ജനങ്ങൾ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. കാരണം കരിപ്പൂർ എയർപോർട്ടിൽ വെച്ച് വണ്ടിക്ക് പാർക്കിങ്ങിന് ഫീസ് ആയിട്ട് അവർ അറുക്കുന്ന പൈസ, അത്രയും അറുക്കുന്ന പൈസ, 10 മിനിറ്റിന് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് 220 രൂപ. ഓട്ടോറിക്ഷ KL 21G 1602 എന്ന് പറയണ എൻ്റെ ഓട്ടോറിക്ഷ. വണ്ടൂർ ആണ് ഞാൻ ഓട്ടോറിക്ഷ ഓടൽ. വണ്ടൂർ പെർമിറ്റാണ്. ഞാൻ അവിടെ ജാക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അങ്ങോട്ട്. എൻ്റെ ചെറിയ 3 വയസ്സായ കുട്ടീനെയും കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവൾ ബാക്കിലായിരുന്നു ഇരുന്നത്. അപ്പോൾ ഞാൻ അവളെ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ ജാക്ഷൻ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോഴാണ് ഈ സംഭവം അനുഭവം ഉണ്ടായത്. അപ്പോൾ ഏറ്റവും അറ്റത്താണ് ഈ പാർക്കിംഗ് ഉണ്ട്. ഞാൻ ആ പാർക്കിങ്ങിൽ അത്രയും പൈസ എനിക്ക് അവിടെ വാങ്ങുമല്ലേ എന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് അത്രയും ഇതിന് മുമ്പൊന്നും നമ്മൾ കാറും ഇതൊക്കെ കൊണ്ട് പോകുമ്പോഴൊന്നും നമുക്ക് അത്ര പൈസ വരലില്ല. അപ്പോൾ അത്രയും പൈസ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങുകയും ചെയ്തു. ഞാൻ ആ പെട്ടത്തുള്ള ഷോക്കിൽ ഞാൻ ആ പൈസ കൊടുത്തിട്ട് ഞാൻ എൻ്റെ വണ്ടി സൈഡാക്കി. ആ കപ്പൽ കമ്പി പൊന്തിച്ചു തന്നു. ഞാൻ എൻ്റെ വണ്ടി സൈഡാക്കി. ഒരു സൈഡിലേക്ക് നിർത്തിയിട്ട് ഞാൻ അവർക്ക് വീണ്ടും ചെന്നു. എന്തുകൊണ്ടാണ് ഇത്രയും പൈസ, ഞാൻ എൻ്റെ പൈസ എനിക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾ ഒച്ചമുളിയും കൂട്ടി, ഒരുപാട് സംസാരിച്ചു. അവന് മലയാളം അറിയില്ലല്ലോ, എനിക്ക് ഹിന്ദി അറിയില്ല. രണ്ടിൻ്റെ അടിയിൽ കെട്ടി ഞാൻ ആകെ ബുദ്ധിമുട്ടി. പിന്നെ ഒരുപാട് സംസാരിച്ചു. രണ്ടാൾക്കും, ഓനക്ക് മലയാളം അറിയില്ല, എനിക്ക് ഹിന്ദി അറിയില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ കുറേ സംസാരിച്ച് നോക്കി. പക്ഷേ ആരോട് പറയാൻ, ആര് കേൾക്കാൻ അല്ലേ? നമ്മളെ കേരളത്തിൻ്റെ ഒരു അവസ്ഥയാണിത്. അപ്പോൾ അവിടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു. പിന്നെ അവിടുത്തെ ഉള്ളൊരു വേറൊരു ഓഫീസർ, അങ്ങനെ 3 ഓഫീസർമാരോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ വാങ്ങിയത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല, അത് അവർ വർഷാവർഷമായിട്ട് അവർ ഈ പാർക്കിങ്ങിന് ലേലം ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കറിയില്ല എന്നാണ് പറഞ്ഞത് എന്നോട്. അവർക്കിതിനെക്കുറിച്ച് അറിയില്ല, എന്തുകൊണ്ടാണ് ഇത്രയും പൈസ ആവാനുള്ള കാരണം എന്ന് അവർക്കറിയില്ല. നിങ്ങൾ പാർക്കിംഗ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഓഫീസ് ഉണ്ട് എയർപോർട്ടിൻ്റെ ഏറ്റവും തലക്കൽ. അവിടെ പോയിട്ട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടും, കറക്റ്റായിട്ടുള്ള ആൻസറും കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറയണത് എന്താണെന്നറിയോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. കേസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ മേലെ 2ാം നിലയിലോ 3ാം നിലയിലെ ഓഫീസ് ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് കേസ് കൊടുക്കാം. ഈ 3 വയസ്സായ കുട്ടീനെ ഞാൻ ഒക്കത്ത് എടുത്തിട്ടാണ് ഞാൻ പോയത്. ആ കുട്ടീനെയും കൊണ്ട് ഞാൻ ആ മുകളിൽ പോയിട്ട് കേസ് കൊടുക്കാം. കേസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളവർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ തിരിച്ച് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവേണ്ടി വരും. അപ്പോൾ ഞാൻ ചോദിച്ചു 200 രൂപ ഈ ഓട്ടോറിക്ഷക്കാർക്ക് മാത്രമാണോ? അപ്പോൾ ടാക്സിക്കാർക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ടാക്സിക്കാർക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടാണത്, ബാക്കിയുള്ള ടാക്സി ഓടുന്ന കാറും മറ്റേ ട്രാവലറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അവരിൽ നിന്നൊക്കെ എത്ര പൈസ വാങ്ങേണ്ടത് എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ വലിയ വണ്ടികളാണ്. നമ്മളത് 3 ചക്ര ചെറിയൊരു ഓട്ടോറിക്ഷയാണ്. അത് 10-15 മിനിറ്റിൻ്റെ ഉള്ളിലാണ് 220 രൂപ ചെന്ന് വാങ്ങിയത്. അതാണ് എനിക്ക് സങ്കടമായത്. കൂടുതൽ സമയം അപ്പോൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 1000 രൂപ 1500 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരുന്നതായിരുന്നു. പക്ഷേ ആകെ 15 മിനിറ്റ് നമ്മളത് 220 രൂപ ചേർന്ന് പാർക്കിംഗ് ഫീസ് വാങ്ങി. ഒരിക്കലും നന്നാവില്ല, ഞാൻ ശപിച്ചിട്ടാണ് പറയുന്നത്. ഇത് വാങ്ങിയ ആൾക്കാർ ഒരിക്കലും നന്നാവില്ല. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇങ്ങനെ കരിപ്പൂർ എയർപോർട്ടിൽ പോയി പാർക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം അവിടെ പോയിട്ട് പാർക്കിങ്ങിന് എത്ര പൈസ ആകുമെന്നുള്ള കാര്യം ആദ്യം പോയി നിങ്ങൾ ചോദിക്കണം. ചോദിച്ചിട്ട് അവിടെ ഫീസ് കൂടുതലാണെന്ന് പറയുകയാണെങ്കിൽ വേഗം വണ്ടി എടുത്ത് പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യുക. അവിടെ അകത്തിടരുത്, വേറെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യുക. എന്തിനാണ് നമ്മൾ അത്രയും പൈസ കൊടുക്കുന്നത്?
15 മിനിറ്റിന് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് 220 റുപ്യ. നമ്മൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വൈകുന്നേരം വരെ ഓടിക്കിട്ടുന്ന പൈസ ഏറിപ്പോയാൽ 800, 600, 700, മാക്സിമം 1000. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഓടൂല. അതിൽ നിന്ന് നമ്മൾ എണ്ണ പൈസ പോകണം, നമ്മളെ വീട്ടിലത്തെ ചിലവ് പോകണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന പൈസയാണ് നമുക്ക്. എന്നിട്ട് ഇങ്ങനത്തെ അറക്കുന്ന എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ഇങ്ങനത്തെ പൈസ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളിത് എന്ത് ചെയ്യും? പിന്നെ എനിക്കൊരു സങ്കടം എന്താ ചോദിച്ചാൽ 4-5 ആൾക്കാർ എൻ്റെ ചുറ്റുഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ. പക്ഷേ ഈ 4-5 ആൾക്കാരും ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ ഈ ഓഫീസർമാരോട് സംസാരിച്ചപ്പോൾ അവരാരും എൻ്റെ അടുത്ത് നിന്നിട്ട് എൻ്റെ സപ്പോർട്ട് ചെയ്യാൻ ഇവരാരും ഒപ്പം നിന്നില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു, അവരോടും ചോദിച്ചു. അപ്പോൾ അവർ തന്നെ പറഞ്ഞത് നിങ്ങൾ അവിടെ പോയിട്ട് അന്വേഷിച്ചോളി, അവിടെ പോയി അന്വേഷിച്ചിട്ട് ഇതിൻ്റെ ആൾക്കാർ പോയി സംസാരിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അതിൻ്റെ കാര്യങ്ങൾ പോയി അന്വേഷിച്ചോളി, അല്ലാതെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോയിട്ട് ആ പാർക്കിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്കി എന്നാണ് പറഞ്ഞത്. ഞാൻ 3 വയസ്സായ കുട്ടീനെയും കൊണ്ട് അവിടെ പോയി ഞാൻ. പക്ഷെ അവർ കേസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പോന്നു. കാരണം എൻ്റെ ഈ കുട്ടീനെ വെച്ചിട്ട് ഞാൻ 2ാം നിലയിലേക്ക് കയറിയിട്ട് അവിടെ പോയി കേസ് കൊടുത്ത് പോരുമ്പോഴത്തേന് സമയം ഒരുപാടാവും. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കുട്ടിയാണെങ്കിൽ ഇങ്ങനെ കരയാണ്, അവളൊക്കെ ആകെ കുഴങ്ങിയിരിക്കണം. അപ്പോൾ അവളിങ്ങനെ കരഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പൈസ അല്ലേ പോട്ടെ, അവർക്ക് അത് തിന്നിട്ട് വെള്ളം നിറയാണെങ്കിൽ അവർ തിന്നോട്ടെ. അപ്പോൾ അവരിതാ പറയുക കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് അവർ ലേലം വിളിച്ചു വാങ്ങിയതാത്രേ ഈ പാർക്കിങ്ങിനെ, കരിപ്പൂർ എയർപോർട്ട് പാർക്കിങ്ങിനെ. കേന്ദ്ര ഗവൺമെൻറ്റും കണക്കാണ്, കേരള ഗവൺമെൻറ്റും കണക്കാണ്, കേന്ദ്ര ഗവൺമെൻറ്റും കണക്കാണ്. പാവപ്പെട്ട ആൾക്കാർ എങ്ങനെയൊക്കെയോ മുക്കി ജീവിക്കാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യും. അതാണ് സംഭവം. അപ്പോൾ ഇങ്ങോട്ട് പറയാനുള്ള വെച്ചാൽ എന്നെപ്പോലെയുള്ള പാവപ്പെട്ട ആൾക്കാർ ഇനിയും അവിടെ വരും. ആരോട് പറയാനല്ല, നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിടുക, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. നമ്മൾ പൊട്ടന്മാർ അവർക്ക് നമ്മൾ ഓരോ വോട്ടും ചെയ്ത് അവരെ വിജയിപ്പിച്ചു വിടും. അവർ പുതിയ നിയമങ്ങൾ കൊണ്ടുവരും, നമ്മൾ അതുകൊണ്ട് ഇടങ്ങാറാവും. നമുക്ക് വീട്ടിലേക്കുള്ള അരി വാങ്ങാനുള്ള പൈസ നമ്മൾ ഇതേപോലെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് കൊടുക്കും. അല്ലാത്ത ഇഷ്ടം പോലെ പൈസ കൊടുക്കാണ്ട് ഓരോ ദിവസം സാധനത്തിന് വില കൂടിയിട്ടും ഡീസലിന് കൂടിയിട്ടും ഇൻഷൂർ കൂടിയിട്ടും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കൂടുന്നുണ്ട്. അതിൻ്റെ അടിയിൽ കൂടെ ഇപ്പോൾ നമ്മളിനി പാർക്കിങ്ങിനായിട്ട് നമ്മൾ പൈസ വാങ്ങാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. ഇതുകൊണ്ട് ഉപകാരം പെടുമെന്നൊന്നും എനിക്കറിയില്ല. ഈ വീഡിയോ ചെയ്തുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടോ അതും എനിക്കറിയില്ല. പക്ഷേ ഇതെല്ലാവരും അറിയണം. കരിപ്പൂർ എയർപോർട്ടിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുന്നതായിട്ടുള്ളത് എല്ലാവരും അറിയണം. കാരണം എൻ്റെ കയ്യിലിപ്പോൾ തെളിവ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ എൻ്റെ കയ്യിൽ തെളിവില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ കൈക്കൂപ്പി പറയുകയാണ്, ഞാൻ പറയുന്നത് സത്യമാണ്. എൻ്റെ കുട്ടിയാണ് സത്യം, എൻ്റെ അമ്മയാണ് സത്യം. എൻ്റെ കയ്യിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് അതിൻ്റെ പാർക്കിങ്ങിൻ്റെ ബില്ല് തരാൻ എൻ്റെ കയ്യിൽ ആ ബില്ലില്ല, നഷ്ടപ്പെട്ടു പോയി. ഇതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ചെയ്ത വീഡിയോയുടെ എനിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ, അത് എനിക്ക് നല്ല ആർക്കെങ്കിലും വലിയ ഉപകാരം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം അപ്പം അവിടെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഉപകാരം ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണതെങ്കിൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഈ സമയത്ത് ചെയ്തുകൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അവിടുത്തെ പോലീസുമാർ പറഞ്ഞതാണ്, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാണ് എന്നോട്, പോലീസ് വരെ പറഞ്ഞു എന്നോട്, ഇത്ര പൈസ ഉണ്ടാകില്ല, ചെറുതായിട്ട് എന്തെങ്കിലും ഫീസേ ഉണ്ടാകുള്ളൂ. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള കാരണം ഞങ്ങൾക്കറിയില്ല, നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചോളി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കേസ് കൊടുക്കാൻ പറഞ്ഞു എന്നോട്. ആർക്കാണ് ഞാൻ കേസ് കൊടുക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ കേസ് എടുക്കുക, അവിടെ വലിയ കാര്യമുണ്ടോ? അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. KL 21G 1602 എന്ന് പറയുന്ന എൻ്റെ സ്വന്തം ഓട്ടോറിക്ഷ. ഇനിയിപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ ഇത് ആരുടെയെങ്കിലൊക്കെ മുമ്പിൽ വീഡിയോ എത്തുകയാണെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാവും എങ്കിൽ അവരുടെ കമ്പ്യൂട്ടറിൽ, അവിടുത്തെ കമ്പ്യൂട്ടറിലുണ്ടാവും ആ സമയം, ആ വണ്ടി നമ്പറും അതതിലുണ്ടാകും. അപ്പോൾ അറിയാം ഞാൻ ഈ പറഞ്ഞത് നുണയാണോ സത്യമാണോ എന്നുള്ളത്. അപ്പം അതിൽ നോക്കിയാൽ അറിയാമല്ലോ ഞാനങ്ങനെ വണ്ടി അവിടെ വന്നിക്കൂടെ, ഏതാ ദിവസം എന്നൊക്കെ അവർക്ക് അറിയാമല്ലോ. അപ്പോൾ KL 21G 1602 എന്ന് പറയുന്ന എൻ്റെ വണ്ടി 2025 ജനുവരി 9 ഇന്ന് ജനുവരി 9 രാവിലെ 10 മണിക്ക് 10-ഉം 10:30 ഇടയിലായിട്ടാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇത് അധികാരിയുടെ മുമ്പിലെത്തുന്നത് വരെ ഇത് എല്ലാവരും ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.